അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞു കടക്കാറായിരിക്കുന്നു. ആ 10 ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പുണ്യമാക്കപ്പെട്ട ദുൽഹജ്ജ് 9-ന്റെ ദിവസവും ഇതാ നമ്മിലേക്ക് അടുത്തു നിൽക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസം ചെയ്യുന്ന ദുആ ആണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. പ്രാർത്ഥനകൾക്ക് ഏറെ പ്രാധാന്യം നൽകപ്പെടുന്ന ദുൽഹജ്ജ് 9-ന്റെ അന്നത്തെ ദിവസം നാം എന്താണ് പറയുക? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനും ഉത്തരം നൽകി, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിലെ ഏറ്റവും ഉത്തമമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്ന്. പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് 9-ന്റെ അന്ന്, അതായത് അറഫ ദിവസം, പിശാച് ഏറ്റവും കോപാകുലനായും ആട്ടിയോടിക്കപ്പെട്ടവനായ നിലയിലും അതോടൊപ്പം തന്നെ നിസ്സാരനായും കാണപ്പെടുന്ന ദിവസമാണ്. കാരണം എന്തെന്നാൽ അന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിയാറുകൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുന്ന, അവരുടെ ഏത് പാപവും പൊറുക്കപ്പെടുന്ന ആ ദിവസത്തെ കണ്ടുകൊണ്ടാണ് പിശാച് അത്രയേറെ നിസ്സാരനായിത്തീരുന്നത്. ആയതിനാൽ നമ്മുടെ ആ ജന്മശത്രുവായ പിശാചിനെ കരയിപ്പിച്ച് അവനെ നിന്ദ്യനാക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളുമായി ആരാധനകളുമായി നാം ഓരോരുത്തരും ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 8-നും ദുൽഹജ്ജ് 9-നുമൊക്കെ നാം നോമ്പ് പിടിക്കുക. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ആയതിനാൽ തന്നെ അവിടെ അറഫയാണല്ലോ, അതുകൊണ്ട് ഇവിടെ നോമ്പ് നോക്കണോ നോക്കണ്ടയോ എന്നുള്ള സംശയങ്ങൾക്കപ്പുറത്തു നിന്നുകൊണ്ട് എല്ലാ ദിവസവും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. നാഥനായ റബ്ബ് അവൻ്റെ അടുക്കൽ പ്രാർത്ഥനകൾ കൊണ്ട് നിരതമാകുവാൻ, ആരാധനകൾ കൊണ്ട് സായുജ്യമടയാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെയും തൗഫീഖ് ഏകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ നമ്മയും ഉൾപ്പെടുത്തണമേ എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.